യെസ്, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററിലെ ഒരു പാരലലോഗ്രാമിന്റെ ഫോർത്ത് വെർട്ടെക്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്. ഈ ഭാഗത്ത് നിന്ന് എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരെ നോക്കിയിരുന്നോളൂ. ഇവിടെ നമ്മൾ ഈ സിയുടെ കോർഡിനേറ്റ് കാണാൻ വെരി ഈസിയാണ്. ഇവിടെ മാത്രം നോക്കിയിരിക്കുക. സി എന്നതിന്റെ കോർഡിനേറ്റ്സ് കാണാനേ ഇതിന്റെ നേരെ അടുത്തുള്ള രണ്ട് എക്സ് കോർഡിനേറ്റുകൾ ഇല്ലേ, അത് ആഡ് ചെയ്യുക. 10 + 12 22. മനസ്സിലായോ? എന്നിട്ട് ഈ സിയുടെ നേരെ ഓപ്പോസിറ്റ് ഇല്ലേ, അത് മൈനസ് ചെയ്യാം. സിമ്പിൾ അല്ലേ? 10 + 12 22. 22 7 മൈനസ് ചെയ്താൽ എത്ര ആൻസർ? 15. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഇനി ഇതേപോലെ വൈയും ചെയ്യുക. വൈ കോർഡിനേറ്റും ഇതേപോലെ ചെയ്യുക. ഒന്ന് പറഞ്ഞ അടുത്തുള്ള രണ്ട് വൈകൾ ആരൊക്കെയെന്ന് പറഞ്ഞ 11ഉം എടാ പറടാ 11ഉം 7ഉം. 11 + 7 എത്രയാണ്? 18 അല്ലേ? 18ൽ നിന്ന് 5 മൈനസ് ചെയ്യുക. ഓപ്പോസിറ്റ് ഉള്ളതാണ് എപ്പോഴും മൈനസ് ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് ഉള്ളതാണ് എപ്പോഴും മൈനസ് ചെയ്യേണ്ടത്. അടുത്തുള്ളത് ആഡ് ചെയ്യാണ് വേണ്ടത്. 11 + 7 നമ്മൾ 18. 18ൽ നിന്ന് 5 മൈനസ് ചെയ്ത ആൻസർ എത്രയാണ്? പറടാ 13. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടോ? ഇത് മനസ്സിലായിട്ടുണ്ടോ? അടുത്തത് ഇതാണ് എ ക്വസ്റ്റ്യന്റെ ആൻസർ. എ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. എ ക്വസ്റ്റ്യന്റെ ആൻസർ 15 13 എന്നുള്ളതാണ് എ ക്വസ്റ്റ്യന്റെ ആൻസർ. ബി ക്വസ്റ്റ്യൻ എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ ഇങ്ങനെ റൂട്ട് ഇട്ട് കൊടുക്കുക. കോർഡിനേറ്റ്സ് നമ്മുടെ ചാപ്റ്ററിൽ പഠിച്ചില്ലേ? ഡിസ്റ്റൻസ് കാണാൻ ഇത്രേ ഉള്ളൂ. ഇത് തമ്മിൽ മൈനസ് ചെയ്യുക. 15 - 7 കണ്ടോ? 15 - 7 ഹോൾ സ്ക്വയർ. ഡിസ്റ്റൻസ് ലെങ്ത് എന്നൊക്കെ പറഞ്ഞ ഒന്നാണ്. 15 - 7. അടുത്ത് 13 - 5 ഹോൾ സ്ക്വയർ. 13 - 5 ഹോൾ സ്ക്വയർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. 15 - 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15ൽ നിന്ന് 7 മൈനസ് ചെയ്ത ആൻസർ എത്രയാണ്? 15ൽ നിന്ന് 7 മൈനസ് ചെയ്ത ആൻസർ എത്രയാണ്? 8. സോ 8 സ്ക്വയർ. 13ൽ നിന്ന് 5 മൈനസ് ചെയ്ത ആൻസർ എത്രയാണ്? 13ൽ നിന്ന് 5 മൈനസ് ചെയ്ത ആൻസർ എത്രയാണ്? 8. സോ 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64 അല്ലേ? 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ വീണ്ടും എത്രയാണ്? 64. 64 + 64 എന്ന് പറഞ്ഞ ആൻസർ 128 എന്ന് കിട്ടും. 128ന് റൂട്ട് ഇല്ലാത്തത് കൊണ്ട് അത് അതുപോലെ ഇട്ടാൽ മതി. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഡിസ്റ്റൻസ് ഫോർമുല ചോദിക്കാതെ ഇതേവരെ SSLC എക്സാം നടന്നിട്ടില്ല. 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഇന്റർസെക്ഷൻ ഓഫ് ഡയഗണൽസ്. ഇതിനെ പറയുന്ന പേരാണ് ഡയഗണൽ. ഇതിനെ പറയുന്ന പേരാണ് ഡയഗണൽ. അല്ലെങ്കിൽ ഈ ഡയഗണൽ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയഗണൽ എടുക്കാം. ഇന്റർസെക്ഷൻ ഓഫ് ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഡയഗണൽ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയഗണൽ എടുക്കാം. ഏത് ഡയഗണൽ എടുത്താലും ഒരേ ആൻസറാ കിട്ടുക. ഇന്റർസെക്ഷൻ ഓഫ് ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ കാണേണ്ടത് മിഡ് പോയിന്റ് ആണ്. അറിയാത്തവര് നോട്ട് ചെയ്തോളൂ. ഇന്റർസെക്ഷൻ ഓഫ് ഡയഗണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിഡ് പോയിന്റ് ആണ് കാണേണ്ടത്. ഇന്റർസെക്ഷൻ ഓഫ് ഡയഗണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണേണ്ടത് മിഡ് പോയിന്റ് ആണ്. ഇതാ ഇവിടെ നോക്ക്, ഏത് ഡയഗണലും കാണട്ടോ. ഏത് ഡയഗണലിന്റെയും മിഡ് പോയിന്റ് കാണാം. 10 + 12 എത്ര? 10 + 12 22. അതിന്റെ പകുതി എഴുതുക. മനസ്സിലായോ? x1ഉം ഈ രണ്ടുകളും ആഡ് ചെയ്യുക. എക്സുകൾ ആഡ് ചെയ്യുക, ബൈ 2 ചെയ്യുക. 10 + 12 എന്ന് പറഞ്ഞാൽ 22. 22ന്റെ പകുതി 11. അടുത്ത 11 + 7 18 അല്ലെ? 18ന്റെ പകുതി എത്ര? 9. അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ ഈ ഡയഗണൽ അല്ലേ കണ്ട്, നിങ്ങൾക്ക് ഈ ഡയഗണൽ അല്ല, എക്സാമിന് ഈ ഡയഗണലാണ് കണ്ട്. എന്താ ആൻസർ വരിക? സെയിം ആൻസർ ആയിരിക്കും വരിക. കണ്ടോ? 15 + 7 എന്ന് പറഞ്ഞാൽ 22. 22ന്റെ പകുതി 11. അടുത്ത 13 + 5 18. 18ന്റെ പകുതി 9. ഏത് ഡയഗണലും നിങ്ങൾക്ക് കാണാം. ക്ലിയർ അല്ലേ? സോ ഒന്നുമില്ലെങ്കിൽ പാരലോഗ്രാമിന്റെ ഫോർത്ത് വെർട്ടെക്സ് ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ചോദിക്കാം, അല്ലെങ്കിൽ മിഡ് പോയിന്റ് ചോദിക്കാം. 3 ക്വസ്റ്റ്യൻ ആണ് ഒരു ക്വസ്റ്റ്യനിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്തത്. ക്രിസ്റ്റൽ ക്ലിയർ ആയില്ലേ? യെസ്. വേഗം അടുത്ത ആൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക.